ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ദിസ് ഇസ് മീ വിത്ത് ഗോ പൊളി. എന്റെ സ്വത്ത് കുട്ടികളെ, നമ്മുടെ ബൊറൂട്ടോയുടെ സപ്പോർട്ട് ഇപ്പൊ അനുദിനം കുറഞ്ഞു വരാണ്. അതിന്റെ കാരണം അതെന്താണെങ്കിലും കൂട്ടുകാരെ ധൈര്യമായിട്ട് കമന്റ് ചെയ്യുക. എന്റെ ഈ ശബ്ദത്തിനും ശരീരത്തിനും ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിരിക്കുകയാണ്. പക്ഷെ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബൊറൂട്ടോ ഇതിലും പവറായിട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എപ്പിസോഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന്, അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ബൊറൂട്ടോ അവനാണെങ്കിൽ ആ ഒരു എക്യുപ്മെന്റ് ഒക്കെ ഉപയോഗിച്ച് ഇപ്പോ വളരെ ഈസി ആയിട്ട് റസൻഗൺ പവർ അത് ക്രിയേറ്റ് ചെയ്യും. ഉടനെ സാസുക പറയും, ഇന്നു മുതൽ നീ എന്റെ സ്റ്റുഡന്റ് ആണ്. ബൊറൂട്ടോ ആണെങ്കിൽ ഒരു റോക്കറ്റ് വിട്ട സന്തോഷത്തില് അവിടുന്ന് അങ്ങനെ ഓടിപ്പോവും. പിന്നീട് അവൻ ഷുരീങ്കനൊക്കെ വെച്ച് ട്രെയിനിങ് എടുക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ സാസുക അവൻ ഡയറക്റ്റ് ആയി കൊനാമാരുവിന്റെ അടുത്തേക്ക് വരികയാണ്. അവൻ കൊനാമാരുവിനോട് പറയും, ഇന്നു മുതൽ ബൊറൂട്ടോ അവൻ എന്റെ സ്റ്റുഡന്റ് ആണ്. നീ അവനെ ഇത്രയും നാളും നല്ല രീതിയിൽ വളർത്തി നല്ല ട്രെയിനിങ് ഒക്കെ കൊടുത്ത് മിടുക്കനാക്കി എടുത്തു. അതിന് കൊനഹമാര് പറയും, താങ്ക് യു സോ മച്ച്. ഇത് പറയാൻ അങ്ങ് ഇവിടെ വരെ വരേണ്ട ആവശ്യമില്ലായിരുന്നു. ശരിക്കും ബൊറൂട്ടോ അവനൊരു നല്ല കുട്ടിയാണ്. പക്ഷേ അവന്റെ അച്ഛൻ നറൂട്ടോ അവനൊരു ഗനിയനായിട്ട് ഇതുവരെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ആ ഒരു അംഗീകാരത്തിന് വേണ്ടിയും അച്ഛന്റെ സ്നേഹത്തിന് വേണ്ടിയൊക്കെയാണ് അവൻ ചെറിയ ചില കുസൃതികളൊക്കെ ഒപ്പിക്കുന്നത്. അത് കേട്ട് സാസുക ചിരിക്കും. സാസുക പറയും, അതുമാത്രമല്ല എൻ്റെ മകൾ സാറടയ്ക്കും നീ നല്ല ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അവളുടെ ഇപ്പോഴത്തെ കഴിവും ഡെവലപ്മെന്റ്സ് ഒക്കെ കണ്ട് ഞാൻ പോലും ഷോക്കായി പോയി. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സാസുകയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും കൂടെ ഇപ്പൊ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്. ബൊറൂട്ടോ ചോദിക്കും, ആക്ച്വലി എൻ്റെ അച്ഛനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ആൾക്ക് എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടോ? അതിന് സാസുക പറയും, അത്തരത്തിലുള്ള ഡ്രോബാക്സ് ഒന്നും നിന്റെ പപ്പയ്ക്കില്ല. പക്ഷേ ചെറുപ്പം മുതൽ അവൻ എങ്ങനെയെങ്കിലും ഹൊക്കാഗെ ആവണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ച അതെന്ത് വില കൊടുത്തും എത്ര കഷ്ടപ്പെട്ടും എന്ത് മണ്ടത്തരം കാണിച്ചാണെങ്കിലും ആള് ചെയ്യും. സത്യം പറഞ്ഞാൽ നിന്റെ പപ്പ ഒരു മണ്ടനാണ്. അത് കേൾക്കുമ്പോൾ ബൊറൂട്ടോയ്ക്ക് ചെറുതായിട്ട് നാണക്കേടും അതുപോലെ തന്നെ നറൂട്ടോയെ ഓർത്ത് സങ്കടമൊക്കെ തോന്നും. നിനക്കിപ്പോൾ നറൂട്ടോയെ കുറിച്ച് മാത്രമല്ല അറിയൂ, പഴയ നറൂട്ടോയെ കുറിച്ച് അവന് ഞങ്ങൾക്ക് മാത്രമേ അറിയൂന്ന് സാസുക പറയും. കട്ട് ചെയ്ത ഇവിടെ സാറട അവൾക്കാണെങ്കിൽ ഇപ്പോ ഒരു സമാധാനവും ഇല്ല. ബൊറൂട്ടോ അവനിപ്പോ എൻ്റെ അച്ഛൻ്റെ സ്റ്റുഡൻ്റ് ആയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ട്രെയിനിങ് ഒക്കെ എടുത്ത് അവൻ സ്ട്രോങ് ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞ് അവളിപ്പോൾ ഉഷാറായിട്ട് ഓടി ഇവാബയാൻ ടീമിന്റെ അടുത്തേക്ക് വരും. ആരുടെ കണ്ട അവർ ടെൻഷനാവും. നീ എന്താ ഇവിടെ? നിനക്കെന്താ വേണ്ടേ? നീ സ്പൈ വർക്ക് ചെയ്യാനാണോ ഇവിടേക്ക് വന്നേ? അത് കേട്ട് അവൾ ചിരിക്കും. സ്പൈ വർക്ക് ചെയ്യാനോ? അത് നിങ്ങളെയോ? അതിനവർ പറയും, ഞങ്ങളിപ്പോൾ ഭയങ്കര സ്ട്രോങ് ആണ്, ഞങ്ങൾ ട്രെയിനിങ് ഒക്കെ എടുത്ത് ഉറപ്പായാലും ഞങ്ങളെ ഓപ്പണൻസിനെ ഈസി ആയിട്ട് തോൽപ്പിക്കും. അതിനവൾ പറയും, നിങ്ങളെ തോൽപ്പിക്കാനുള്ള ഈസി ട്രിക്സ് ഒക്കെ ഞങ്ങൾക്ക് ഓൾറെഡി അറിയാം. മാത്രമല്ല ഞങ്ങളുടെ മാസ്റ്റേഴ്സും ഞങ്ങൾക്ക് കട്ട സപ്പോർട്ട് തരുന്നുണ്ട്. സോ ഉറപ്പായിട്ടും ഞങ്ങൾ ഈ ചുനിയൻ എക്സാമിൽ നിങ്ങൾ ഡിഫീറ്റ് ചെയ്തിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സുമൈര ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ ചുനിയൻ എക്സാമിൽ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ട്രെയിനിങ് എടുത്താൽ നമുക്ക് ഈ എക്സാമിൽ ജയിക്കാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യമായിട്ടുള്ള ഡിസ്കഷനിലാണ്. നാമിടെ പറയും, നമ്മൾ ഈ ചുനിയൻ എക്സാമിൽ നല്ല രീതിയിൽ ജയിക്കണമെങ്കിൽ ആദ്യം നമുക്കിടയിലുള്ള ഫൈറ്റ് അത് ഒഴിവാക്കണം. അത് കേട്ട് ആ ക്ലാസ് റെപ്പ് പെണ്ണ് അവളും പറയും, അതെ അതാണ് ആദ്യം വേണ്ടത്. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എല്ലാവരെയും ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച് നമ്പർ 1 ആവുക എന്നത്. സാറഡയുടെ പവർ അവളുടെ ശരീരം കണ്ണാണ്. അപ്പോൾ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. അവളുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഒരു കാരണവശാലും അവളുടെ കണ്ണിലേക്ക് നോക്കരുത്. വസാബി നാമിടെ ആണെങ്കിൽ അവളുടെ പ്ലാനിങ് ഒക്കെ കെട്ടി ഷോക്കാവും. ചുനിയൻ എക്സാം സ്റ്റാർട്ട് ആയിട്ടില്ല, അപ്പോഴേക്കും നീ ഇത്രയൊക്കെ കടന്ന് ചിന്തിച്ചോ? അവളാണെങ്കിൽ അവരെ നോക്കി പൊട്ടിച്ചിരിക്കും. കട്ട് ചെയ്താ ഇപ്പൊ ടെമരിയെ കാണിക്കും. അവളാണെങ്കിൽ ഷിക്കഡാൻ ടീമിന് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ടെമരി ചോദിക്കും, ഓ മൈ ഗോഡ്, നിങ്ങൾക്ക് ആക്ച്വലി ഇത്രയും സ്ട്രെങ്തേ ഉള്ളോ? ഇത്രയും കാര്യങ്ങൾ മാത്രമേ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ? ഉടനെ ഷിക്കട പറയും, ചോച്ചോ നീ എന്റെ ബാക്കപ്പായി എന്റെ തൊട്ട് പിന്നിൽ നിൽക്ക്. അങ്ങനെ ഒരു വമ്പ പ്ലാനൊക്കെ ഇട്ട് ഇപ്പൊ ടെമരെ അറ്റാക്ക് ചെയ്യാൻ പോവും. ഈനോജിനാണെങ്കിൽ അവന്റെ സ്ക്രോളില് ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ച് അത് അവൾക്ക് നേരെ വലിച്ചെറിയും. പക്ഷെ ടെമരി ആണെങ്കിൽ ഈസി ആയിട്ട് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുകയാണ്. ഗ്യാപ്പിൽ ഷിക്കടയാണെങ്കിൽ അവളെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. അവൾ ആ വിശറി വീശി 3 പേരെയും അട്ടിച്ച് താഴെയിടും. ടെമരി പറയും, യു ഗായ്സ് ആർ
അൺബിലീവബിൾ. നിങ്ങൾ ശരിക്കും ഇത്രയും യൂസ്ലെസ്സുകളായിരുന്നോ? ആക്ച്വലി ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഗാരയുടെ സ്റ്റുഡൻസ് ഒക്കെ എക്സാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവരെ തോൽപ്പിക്കണമെങ്കിൽ ഇനിയും ഒരുപാട് സ്ട്രെങ്ത്തും പ്രാക്ടീസൊക്കെ നിങ്ങൾക്ക് വേണം. ഉടനെ ചോച്ചോ ചോദിക്കും, ഗാര ആക്ച്വലി ടെമരി മാഡം നിങ്ങളുടെ ബ്രദർ അല്ലേ? അതിനവള് പറയും, അതെ, ഗാരയ്ക്ക് ഒരു ദത്തുപുത്രനുണ്ട്. അവന്റെ പവറും എബിലിറ്റിയും ഒക്കെ വളരെ വളരെ കൂടുതലാണ്. സോ അവനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ നിങ്ങളുടെ ട്രെയിനിങ്ങും കഴിവുകളും ഒക്കെ ഇനിയും 10 മടങ്ങാക്കി മാറ്റണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ബൊറൂട്ടോ അവനാണെങ്കിൽ ഷുരീങ്കനൊക്കെ എറിഞ്ഞ് ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കും. പക്ഷെ ബൊറൂട്ടോയ്ക്കും അവൻ എത്രയൊക്കെ ട്രെയിനിങ് എടുത്തിട്ടും കറക്റ്റായിട്ട് ഷുരീങ്കൻ അതെറിയാനായിട്ട് കഴിയില്ല. ക്ഷമ നശിച്ച ബൊറൂട്ടോ അവനിപ്പോ ആ സയന്റിഫിക് ടൂള് അതുപയോഗിച്ച് ഷുരീങ്കൻ എറിയും. അത് പെർഫെക്റ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഒരുപാട് അതിശയം തോന്നും. കട്ട് ചെയ്ത പിന്നീട് ഓരോരോ ടീമിനെയായിട്ട് കാണിക്കും. വൂഡൻ ടീം, ഹനാബി ടീം, അങ്ങനെ എല്ലാവരും യുനിയൻ എക്സാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സൈൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് മോഹി ടീം. മോഹി ആണെങ്കിൽ അവളുടെ ടീംമേറ്റ്സിന് നല്ല രീതിയിലുള്ള മോട്ടിവേഷനൊക്കെ കൊടുത്ത് അവരെ പവറാക്കും. അതേസമയം ഇവിടെ സാറഡ വീട്ടിലേക്ക് വന്ന് ഇപ്പൊ സാക്കുറയോടും യുനിയൻ എക്സാമിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. അങ്ങനെ സാറഡ അവൾ വളരെ ഹാപ്പിയായി ഇപ്പൊ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. അവൾ ബൊറൂട്ടോട് ചോദിക്കും, നിന്റെ ആഗ്രഹം പോലെ തന്നെ എന്റെ പപ്പയെ നിന്റെ മാസ്റ്ററായിട്ട് കിട്ടിയില്ലേ? അതിന് ബൊറൂട്ടോ ഹാപ്പി ആയിട്ട് പറയും, അതെ, അങ്കിൾ സാസുകയുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. മാത്രമല്ല എന്റെ പപ്പ ഹൊക്കാഗ നറൂട്ടോ, അദ്ദേഹത്തിന്റെ വീക്ക് പോയിന്റ്സും ഞാൻ മനസ്സിലാക്കി. ബറൂട്ടോയും സാറടയും അവർ രണ്ടുപേരും എക്സാം അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യുന്നു പറഞ്ഞ് അവർ സൈൻ ചെയ്ത ആ പേപ്പർ കാണിക്കും. അപ്പം മെയ്റ്റ്സുകി അവനും സൈൻ ചെയ്ത പേപ്പറുമായിട്ട് അവിടേക്ക് ഓടിയെത്തും. കട്ട് ചെയ്ത കിങ്സുകയും മോമോസുകയും അവർ രണ്ടുപേരും ഇപ്പൊ കാഗുയയുടെ മാൻഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഓരോ സ്ക്രോളുകളായിട്ട് ഇപ്പൊ എടുത്തു നോക്കും. അതെല്ലാം തന്നെ ഓൾറെഡി നശിച്ചു പോയിരിക്കുകയാണ്. മോമോസുക്കി ആണെങ്കിൽ ഇപ്പൊ ഒരു പ്രത്യേക പവർ ഉപയോഗിച്ച് അവിടെ ഒരു വലിയ പോർട്ടൽ ക്രിയേറ്റ് ചെയ്യും. ഇനിയും വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, കാഗുയയുടെ ഫുൾ പവർ അതെനിക്ക് അബ്സോർബ് ചെയ്തേ പറ്റുമെന്ന് പറയും. അപ്പൊ മോമോസുക്കി ആണെങ്കിൽ ഇപ്പൊ കിംസുകിയോട് ചോദിക്കും, നീ അല്ലേ പറഞ്ഞത് ആ ഒരു ഡയമണ്ട് ട്രീ അത് തകർന്നു പോയെന്ന്? അത് പിന്നീട് 9 കഷ്ണങ്ങളായി മാറി 9 മോൺസ്റ്റേഴ്സായി മാറിയെന്നല്ലേ നീ പറഞ്ഞത്? അതിനൊറട്സുക്കി പറയും, അതെ, അതാണ് ആ 9 ബീസ്റ്റുകളും. ആ ടെയിൽഡ് ബീസ്റ്റുകളുടെ എല്ലാം ബോഡിയിൽ ഒരുപാട് ചക്ര പവർ ഉണ്ട്. മാത്രമല്ല അവറ്റകൾക്കെല്ലാം ഓരോരോ പേരൊക്കെ കൊടുത്ത് ഓരോരോ വില്ലേജുകളിൽ അവറ്റകളുണ്ട്. പക്ഷെ ഇപ്പൊ അറിയാവുന്ന 2 ടെയിൽഡ് ബീസ്റ്റുകൾ, അതില് 8th ടെയില് അതാ കില്ലർ ബിയുടെ ബോഡിയിലും 9th ടെയില് അതാ നറൂട്ടോയുടെ ബോഡിയിലും ആണെന്നാണ്. ഉടനെ ഒറട്സുക്കി പറയും, ഉറപ്പായിട്ടും ആ 2 പവറും ഞാൻ തന്നെ എടുക്കും. കട്ട് ചെയ്താ ഇവിടെ കാക്കാഷിയും ചിക്കമരുവും അവര് പറയും, കാഗുയയുടെ ഒരു ഹിഡൻ സ്പോട്ടുകൾ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു. അത് കേട്ട് നറൂട്ടോ ഷോക്കാവും. നറൂട്ടോ പറയും, ഒരുപാട് വൈറ്റ് സെറ്റ്സ് ഓഫ് ഫ്ലോയും ഇതിനോടകം കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. കാഗുയ എന്തോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് വീണ്ടും ഒരുപാട് വൈറ്റ് സെറ്റ്സുകളെ ഇവിടെ ഉപേക്ഷിച്ചത്. ഇപ്പൊ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ കില്ലർ ബിയെ കാണിക്കും. ആളാണെങ്കിൽ വയസ്സായി താടിയും മുടിയൊക്കെ നീട്ടി ഒരപ്പൂപ്പനായി മാറി ഇപ്പൊ ഒരു പാറയുടെ മുകളിലിരിക്കുകയാണ്. ഉടനെ ആ 2 വില്ലന്മാരും ഇപ്പൊ ഡയറക്റ്റായി കില്ലർ ബിയുടെ അടുത്തേക്ക് വരാണ്. കില്ലർ ബി ആണെങ്കിൽ അവരെ രണ്ടുപേരെയും കാണുമ്പോൾ തന്നെ റാപ്പ് സോങ് പാടാൻ തുടങ്ങും. ഉടനെ എയ്റ്റയിൽ പറയും, നീ കരുതും പോലെ അവർ നിസ്സാരക്കാരല്ല, എന്തോ ഒരു വലിയ രഹസ്യം അവരുടെ ഉള്ളിലുണ്ട്. സോ വളരെയധികം സൂക്ഷിച്ചു വേണം നീ അവരുടെ അടുത്ത് പെരുമാറാൻ. അടുത്ത സെക്കൻഡ് കിംസുകയും മോമോസുകയും അവർ ഡയറക്റ്റ് ആയിട്ട് കില്ലർ ബിയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഞൊട്ടിയടയിൽ കില്ലർ ബി അവനാണെങ്കിൽ ഇപ്പൊ 8th ടെയിലായിട്ട് മാറുകയാണ്. വാവ്, ഇതാണല്ലേ ആ 8th ടെയില്. അവരാണെങ്കിൽ ഇപ്പൊ 8th ടെയിലിനെ കണ്ട് ഷോക്കാവും. ആ വില്ലന്മാർ ചേർന്ന് ഒരുപാട് റാഡുകളൊക്കെ എടുത്ത് ഇപ്പൊ അവർ അറ്റാക്ക് ചെയ്യാണ്. 8th ടെയിൽ ആണെങ്കിൽ ഉടനെ വലിയൊരു ടെയിൽഡ് ബോയിസ്റ്റ് ബോംബ് അവർക്ക് നേരെ അയക്കും. പക്ഷെ ആ പെണ്ണ് അവൾ സിമ്പിളായി കൈ നീട്ടി അത് അബ്സോർബ് ചെയ്യും. അതിനുശേഷം അവളൊരു വലിയ ടെയിൽഡ് ബീസ്റ്റ് ബോംബ് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് നേരെ 8th ടെയിലിനും കില്ലർ ബിക്ക് നേരെ വലിച്ചെറിയാൻ അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അടുത്ത നിമിഷം ആ ഒരു വലിയ ടെയിൽഡ് ബീസ്റ്റ് ബോംബ് 8th ടെയിലിന് നേരെ വലിച്ചെറിയും. ആ ഒരു അടിയില് 8th ടെയിൽ തെറിച്ചു പോവാണ്. അതിനുശേഷം മോമോസുഗെ ഇപ്പൊ 8th ടെയിലിനെ അവളുടെ ബോഡിയിലേക്ക് അങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കാൻ തുടങ്ങും. ഉടനെ കെൻസുക്കി പറയും, കാഗുയ കാരണമാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്. അവളുടെ മക്കള് അവരാണ് പിന്നീടുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാര്. അവര് കാരണമാണ് നമ്മളും ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. ഉടനെ ഒറോട്സുക്കി പറയും, ഇനി ഇവനെ പോലെ മറ്റൊരു ടെയിൽഡ് ബീസ്റ്റ് കൂടെ ഉണ്ട്, അവനെയും നമുക്ക് ക്യാപ്ചർ ചെയ്യണം.
അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പോ സാൻഡ് വില്ലേജ് കാണിക്കും. അവിടെ ഗാറയും കങ്കൂറയും അവർ രണ്ടുപേരും അവരുടെ സ്റ്റുഡൻസിന്റെയും മാസ്റ്റേഴ്സിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. നാളെയാണ് ചുനിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ശരിക്കും നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയിരിക്കണം. ഗാറയാണെങ്കിൽ അവന്റെ മകന്റെ കൈ പിടിക്കും. നിന്നിലാണ് എനിക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ. ഉടനെ അവന്റെ ദത്തുപുത്രൻ അവനോട് പറയും, ഒരു കാരണവശാലും അച്ഛന്റെ പ്രതീക്ഷ ഞാൻ നശിപ്പിക്കില്ല. ഗ്രാമത്തിനും അച്ഛനും ഒരു പേരുദോഷം ഉണ്ടാക്കാതെ നല്ല രീതിയിൽ ഞാൻ ഈ എക്സാമിൽ പെർഫോം ചെയ്യും. ഉടനെ ഗാറയാണെങ്കിൽ ഇപ്പൊ കങ്കൂറയുടെ കൂടെ സ്റ്റുഡൻസിനെ എല്ലാവരെയും ട്രെയിൻ കയറ്റി വിടുകയാണ്. ഗാറ, എനിക്കൊരല്പം മിഷൻസ് കൂടെ ബാക്കിയുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്താൽ ഉടൻ ഞാൻ ലീഫ് വില്ലേജിലേക്ക് വരും. ടെമരിയോട് എൻ്റെ അന്വേഷണം പറയണം. അതിന് കങ്കൂറ ഓക്കെ പറഞ്ഞ് സ്റ്റുഡൻസുമായി ട്രെയിൻ കയറി പോവാണ്. ഉടനെ ഗാറയുടെ ബോഡിയിൽ ഷിക്കാഗോ അവനോട് സംസാരിക്കാൻ തുടങ്ങും. ഗാറ ഷോക്കാവും. കാരണം ഒരുപാട് കാലത്തിന് ശേഷമാണ് ഷിക്കാഗോ അവനോട് സംസാരിക്കുന്നത്. ഷിക്കാഗോ പറയും, 8 ഡേയിൽ ഞാനുമായിട്ട് കണക്ഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്ന് അവനുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ അത് ഡിസ്കണക്റ്റ് ആയിപ്പോയി. എന്തോ ഒരു വലിയ അപകടം എനിക്ക് ഫെയിൽ ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്താ ഇവിടെ ബൊറൂട്ടോയെ കാണിക്കും. അവനാണെങ്കിൽ ഷുരിങ്കൻസ് ഒക്കെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് വലിച്ചെറിഞ്ഞോണ്ടേയിരിക്കുകയാണ്. ഉടനെ അടുത്ത സെക്കൻഡ് സാസുക അവനാണെങ്കിൽ 2 ഷുരിങ്കം വലിച്ചെറിഞ്ഞ് ആ ഒരു ടാർഗറ്റ് അത് സിമ്പിളായിട്ട് ഒറ്റയടിക്ക് തകർത്ത് കളയും. ബൊറൂട്ടോ പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഒരു കാരണവശാലും വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് ഇപ്പൊ ആവില്ല. സാസുക പറയും, നീ ഒറ്റയടിക്ക് നിന്നെ ഡൗൺ ചെയ്യരുത്, നീ ട്രെയിനിങ് എടുക്ക്, പ്രാക്ടീസ് ചെയ്യ്, നിന്നെ കൊണ്ട് ഇതിന് കഴിയും. കട്ട് ചെയ്താ ഇവിടെ ബൊറൂട്ടോ അവൻ വീട്ടിലേക്ക് വന്ന് ഡോക്ടർ കൊടുത്ത ആ ഡിവൈസിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അവൻ ആ ടൂള് കയ്യിലെടുത്ത് നാളെയാണ് ചുനിയൻ എക്സാം സ്റ്റാർട്ട് ആവുന്നത്, ഒരു കാരണവശാലും ഞാൻ ഗിവ് അപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞ് അവൻ ആ ടൂള് കയ്യിലെടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.